നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ബ്ലോക്ക് ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന വ്യാപാര ഭവനിൽ വൻ കവർച്ച. 1.5 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്നു. ചട്ടഞ്ചാൽ ടാറ്റ ട്രസ്റ്റ് കോവിഡ് ആശുപത്രി ഇനി ജില്ലാ ആശുപത്രിയുടെ അനുബന്ധ സ്ഥാപനം. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കിയതായി CH കുഞ്ഞമ്പു MLA. കാസർഗോഡ് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ജനസഭ ശ്രദ്ധേയമായി. NDAക്ക് പ്രാതിനിധ്യമില്ലാത്തതാണ് കാസർഗോഡിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമെന്ന് BJP സ്ഥാനാർത്ഥി ML അശ്വിനി. കാസർഗോഡ് തെയ്യാട്ടക്കാലത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണവും ശക്തം. ക്ഷേത്രങ്ങളിലെ സജീവ സാന്നിധ്യമായി സ്ഥാനാർത്ഥികൾ. കൊസ്തുർഗ് കടപ്പുറത്ത് ടൂറിസം വകുപ്പ് നിർമ്മിച്ച കൈറ്റ് ബീച്ച് പാർക്ക് ഓൺലൈനായി മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുവാൻ കൈറ്റ് ബീച്ച് പാർക്കിന് സാധിക്കുമെന്ന് മന്ത്രി. ജീവിതത്തിന്റെ 9.5 പതിറ്റാണ്ട് പൂർത്തിയാക്കുമ്പോഴും കൃഷിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കല്ലംചിറ രാമന് ആദരം. കിസാൻ സഭയാണ് ആദരമൊരുക്കിയത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ബ്ലോക്ക് ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന വ്യാപാര ഭവനിൽ വൻ കവർച്ച. വ്യാപാരി ക്ഷേമ സഹകരണ സംഘത്തിന്റെ ലോക്കർ ഇളക്കിയെടുത്ത് പുറത്തേക്ക് കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. മേശവലിപ്പിലെ പണവും കവർന്നു. 1.5 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്നു. കാസർഗോഡ് നഗരഹൃദയമായ കാസർഗോഡ് ബ്ലോക്ക് ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന വ്യാപാര ഭവനിൽ വൻ കവർച്ച. കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വ്യാപാരി ക്ഷേമ സഹകരണ സംഘത്തിന്റെ ലോക്കർ ഇളക്കിയെടുത്ത് മോഷ്ടാക്കൾ പുറത്തേക്ക് കടത്തിക്കൊണ്ടുപോകുകയായിരുന്നു. വ്യാപാരികളിൽ നിന്നും ദിവസേന എടുക്കുന്ന കളക്ഷൻ തുകയായ 1.37 ലക്ഷം രൂപയടങ്ങുന്ന ലോക്കറാണ് പുറത്തേക്ക് കടത്തിക്കൊണ്ടുപോയത്. ഇതുകൂടാതെ മേശവലിപ്പിൽ ജീവനക്കാർ സൂക്ഷിച്ച 2000 രൂപ, കളക്ഷൻ ഏജന്റിന് നൽകാനായി വെച്ച 10,000 രൂപയും കവർന്നിട്ടുണ്ട്. വ്യാപാര ഭവന്റെ മുൻവശം ഗേറ്റ് പൂട്ടി കാവൽക്കാരൻ നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ അതിവിദഗ്ധമായ രീതിയിലുള്ള കവർച്ചയായതിനാൽ കാവൽക്കാരൻ വിവരമറിഞ്ഞില്ല. പിറകുവശത്തെ മരങ്ങളും മറ്റും വെട്ടിയിട്ട സ്ഥലത്ത് കൂടിയാണ് മോഷ്ടാവ് സഹകരണ സംഘത്തിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്നത്. ഓഫീസിൽ കയറിയ മോഷ്ടാവ് പണം സൂക്ഷിച്ച ലോക്കറുമായി വന്ന വഴിയെ തന്നെ കടന്നു കളയുകയായിരുന്നുവെന്നാണ് സംശയിക്കുന്നത്. രാവിലെ 9:30 ജീവനക്കാർ എത്തിയപ്പോഴാണ് സംഘത്തിന്റെ വാതിൽ തുറന്ന് കിടക്കുന്നത് കണ്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പണവും മറ്റും കൊണ്ടുപോയതായി വ്യക്തമായത്. ക്ഷേമ സഹകരണ സംഘത്തിൻ്റെ ഓഫീസ് ഇന്ന് രാവിലെ ജീവനക്കാർ വന്ന് തുറക്കുന്ന സമയത്ത് അത് ഡോറ് പൊളിച്ച നിലയാണ് കണ്ടത്. ഉടനെ പോലീസിൽ വിവരം അറിയിച്ചു. SI ഒക്കെ വന്ന് നോക്കി. പോലീസുകാർ വന്ന് പരിശോധിക്കുന്ന സമയത്ത് ഓഫീസിൻ്റെ അകത്ത് പറയുമ്പോൾ ഷെൽഫിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിട്ടുള്ള ലോക്കർ അത് അങ്ങനെ ഇളക്കി കൊണ്ടുപോയി. അതിലേകദേശം 1,37,000 രൂപ ലോക്കറിലുണ്ടായിരുന്നു. അതിന് പുറത്ത് 10,15,000 രൂപ ഷെൽഫിലുണ്ടായിരുന്നു. ഈ പൈസയില്ല, ബാക്കി സാധനങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ലോക്കർ അടക്കം എടുത്തുകൊണ്ടുപോയി. രാത്രി ഏകദേശം 1 മണി വരെ ഒരാളുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ ഗേറ്റ് മാൻ ഇവിടെയുണ്ട്. ഗേറ്റൊക്കെ പൂട്ടിയിട്ടുണ്ടായിരുന്നു. ബിൽഡിങ്ങിൻ്റെ പുറകുവശത്തെ കൂടി കയറി മോഷണം നടത്തിയതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സഹകരണ സംഘം സെക്രട്ടറി അനിതയുടെ പരാതിയിൽ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിരലടയാള വിദഗ്ധർ എത്തി പരിശോധന നടത്തി. പോലീസ് നായയെയും സ്ഥലത്ത് കൊണ്ടുവന്ന് പരിശോധന നടത്തി. തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന KSEB ഓഫീസിലെ CCTV ക്യാമറ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണമാണ് നടത്തിവരുന്നതെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചട്ടഞ്ചാൽ ടാറ്റ ട്രസ്റ്റ് കോവിഡ് ആശുപത്രി ഇനി ജില്ലാ ആശുപത്രിയുടെ അനുബന്ധ സ്ഥാപനമായി മാറ്റി സർക്കാർ ഉത്തരവിറക്കിയതായി CH കുഞ്ഞമ്പു MLA അറിയിച്ചു. ടാറ്റ ആശുപത്രിയുടെ സ്ഥലത്ത് നിന്ന് ഇരുമ്പ് കണ്ടെയ്നറുകൾ പൊളിച്ചു നീക്കിയാണ് പകരം ക്രിട്ടിക്കൽ കെയർ ആശുപത്രി നിർമ്മിക്കുന്നത്. ആശുപത്രിയുടെ ഭരണ ചുമതലയും നിയന്ത്രണവും ഇനി ജില്ലാ പഞ്ചായത്തിനാണ്. റവന്യൂ വകുപ്പിൽ നിന്ന് സ്ഥലം നേരത്തെ ആരോഗ്യവകുപ്പിന് കൈമാറിയിരുന്നു. കോവിഡ് കാലത്താണ് ടാറ്റ കമ്പനിയുടെ CSR ഫണ്ടിൽ നിന്ന് 60 കോടിയിലേറെ വിനിയോഗിച്ച് 5 ഏക്കർ സ്ഥലത്ത് പ്രീ ഫാബ്രിക്കേറ്റഡ് സാങ്കേതിക വിദ്യയിൽ 125 കണ്ടെയ്നറുകൾ ഉപയോഗിച്ച് ആശുപത്രി നിർമ്മിച്ചത്.
സ്പെഷ്യാലിറ്റി ഡോക്ടറടക്കം 192 തസ്തികകൾ അനുവദിച്ച് 4987 പേർക്ക് കോവിഡ് ചികിത്സ നൽകിയിരുന്നു. അന്ന് അടിയന്തര ഘട്ടത്തിൽ സ്ഥാപിച്ചത് കാരണം ആശുപത്രിയെ ഏതെങ്കിലും വകുപ്പിന്റെ അനുബന്ധ സ്ഥാപനം ആക്കിയിരുന്നില്ല. കോവിഡിന് ശേഷം അറ്റകുറ്റപ്പണി നടത്താതെ സർക്കാർ അനാസ്ഥയിൽ ആശുപത്രി കെട്ടിടം നശിച്ച് ഉപയോഗശൂന്യമായത് വിവാദമായിരുന്നു. ഇത് പൊളിച്ചു നീക്കിയാണ് ഇവിടെ ഇപ്പോൾ ക്രിട്ടിക്കൽ കെയർ ആശുപത്രി പണിയുന്നത്. ഇതിനായി 35 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. പുതിയ ഹോസ്പിറ്റൽ ബ്ലോക്ക് നിർമ്മിക്കുന്നതിന് ഇരുമ്പ് കണ്ടെയ്നറുകൾ മാറ്റി സ്ഥാപിക്കാനുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 2022 ജൂൺ 20 CH കുഞ്ഞമ്പു MLA അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക യോഗം ഈ സ്ഥാപനത്തെ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ കൊണ്ടുവന്ന് ജില്ലാ ആശുപത്രിയുടെ അനുബന്ധ സ്ഥാപനമായി പരിഗണിക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. NDAക്ക് പ്രാതിനിധ്യമില്ലാത്തതാണ് കാസർഗോഡിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമെന്ന് കാസർഗോഡ് മണ്ഡലം BJP സ്ഥാനാർത്ഥി ML അശ്വിനി കാസർഗോഡ് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ജനസഭയിൽ സംസാരിക്കുകയായിരുന്നു അവർ. കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച ജനസഭയിലാണ് BJP സ്ഥാനാർത്ഥി ML അശ്വിനിയുടെ പ്രതികരണം. എയിംസും കേന്ദ്ര സർവകലാശാല മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാത്തതും MP-യുടെ കാര്യക്ഷമത ഇല്ലായ്മ മൂലമാണ്. MP തുടർ പ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ കേന്ദ്ര പദ്ധതികൾ മണ്ഡലത്തിൽ എത്തുമായിരുന്നു. സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ ഒന്നും ചെയ്തില്ല. ഉക്കിനടുക്കിയിൽ സ്ഥാപിച്ച സർക്കാർ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ പരിതാപകരമായി തുടരുന്നതിന് പിന്നിൽ സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ്. മോദി സർക്കാർ രാജ്യത്ത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. ദേശീയപാത പുനർനിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ ഗതാഗത രംഗം മാറും. സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനു വേണ്ടിയുള്ള പദ്ധതികൾ, കർഷകരെ സഹായിക്കുന്നതിനുള്ള കർഷകർ ഉൾപ്പെടെയുള്ള പാവപ്പെട്ടവർക്ക് ധനസഹായം നൽകൽ, സ്വച്ഛ് ഭാരത് അഭിയാൻ അടക്കം നിരവധി പദ്ധതികൾ കേന്ദ്രം നടപ്പിലാക്കിയെന്നും അശ്വിനി പറഞ്ഞു. ഇവിടുന്ന് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് എടുക്കേണ്ടത് നിലവിലുള്ള MP ആണ്. അതിൽ എന്തു അവർ ഫോളോ അപ്പ് ചെയ്യത്തക്കൊണ്ട് ആ ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞുകൊണ്ട് അത് വേറെ ഡിസ്ട്രിക്റ്റിക്ക് പോയതാണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ നിലവിൽ ആ MP ഇൻട്രസ്റ്റ് അതെല്ലാം ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എപ്പോഴും വരായിരുന്നു. സോ ബിക്കോസ് ദ ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് MP വി ലോസ് ദറ്റ്. അതേപോലെ നമുക്കിപ്പോൾ നിരവധി സ്കീംസ് കൊണ്ടുവരാനുണ്ട്. ഇപ്പോൾ നാഷണൽ ഹൈവേയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ 3 ബൈപ്പാസ് നമുക്ക് ട്രിവാൻഡ്രമിൽ ഇപ്പോൾ ജസ്റ്റ് റീസെൻ്റായിട്ട് 3 ബൈപ്പാസ് ക്യാൻസലായി, ടെൻഡർ ക്യാൻസലായി. ഇതെല്ലാം ആണെന്നുള്ളത് നമ്മളെ MP-മാർ ഒരു ഫോളോ അപ്പ് ഇല്ലാത്ത കൊണ്ട്. അതേപോലെ മെഡിക്കൽ യൂണിറ്റ്സ് ഇല്ലാണ്ട്, കോളേജസ് ഇല്ലാണ്ട് നിരവധിയായിട്ടുള്ള സ്റ്റുഡൻസ് ഇവിടെ നിന്ന് യാത്ര ചെയ്യുന്നുണ്ട്. എവറി മോർണിംഗ് വി ആർ സീയിങ് ദം ഇൻ ദ റെയിൽവേ സ്റ്റേഷൻ ആൻഡ് ദ ബസ് സ്റ്റോപ്സ്. സോ ഐ തിങ്ക് ദേ വിൽ ഗെറ്റ് എ ബെറ്റർമെൻറ്റ് ഇഫ് ദ BJP MP വന്നു കഴിഞ്ഞെങ്കിൽ ദേ വിൽ ഗെറ്റ് എ ഗുഡ് കോളേജസ് ആൻഡ് മെഡിക്കൽ ഫെസിലിറ്റീസ് ഇൻ കാസർഗോഡ് ഡിസ്ട്രിക്ട്. കോവിഡ് കാലത്ത് പിണറായി സർക്കാർ കൊടുത്ത കിറ്റ് കേന്ദ്ര സർക്കാരിന്റെ തുക ഉപയോഗിച്ചാണെന്ന അശ്വിനിയുടെ വാദം ജനസഭാ പരിപാടിയിൽ വാഗ്വാദത്തിന് കാരണമായി. സ്ഥാനാർത്ഥി കള്ളം പറയുകയാണെന്നും കേന്ദ്ര സർക്കാർ നൽകിയ തുക ഉപയോഗിച്ചാണ് കിറ്റ് കൊടുത്തതെന്ന് തെളിയിക്കണമെന്നും മാധ്യമപ്രവർത്തകർ ആവശ്യപ്പെട്ടു. കള്ളം പറയാൻ ആവശ്യമില്ല. സെൻട്രൽ ഗവൺമെന്റിൽ വന്നിട്ടുള്ള സ്കീംസിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരേ കള്ളം പറയാൻ ആവശ്യമില്ല. കേന്ദ്ര സർക്കാരിന്റെ ഏത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് കോവിഡ് കാലത്ത് കേരളത്തിൽ കിറ്റ് വിതരണം ചെയ്തത് എന്ന് പറയാം. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഫണ്ട് എടുത്താണ് ഈ പറയുന്ന കിറ്റ് വിതരണം ചെയ്തത്. ഒരു കേന്ദ്ര സർക്കാരിന്റെ 1 രൂപ പോലും അതിന് ചെലവഴിച്ചിട്ടില്ല എന്ന് വിവരാവകാശ രേഖയടക്കമുണ്ട്. അത്തരം കള്ളം വീണ്ടും വീണ്ടും ആവർത്തിക്കരുത്. ഒരു കള്ളം പലതവണ ആവർത്തിച്ചാൽ സത്യമാകില്ല വേണം. BJP നേതാക്കളായ B. രവീന്ദ്രൻ, സതീഷ് ചന്ദ്ര ഭണ്ഡാരി എന്നിവരും ജനസഭയിൽ സ്ഥാനാർത്ഥിക്ക് ഒപ്പമുണ്ടായിരുന്നു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് മുഹമ്മദ് ഹാഷിം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി V. പത്മേഷ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വടക്കൻ കേരളത്തിൽ തെയ്യാട്ടക്കാലത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടിയായതോടെ ക്ഷേത്രങ്ങളിലെ സജീവ സാന്നിധ്യമായി സ്ഥാനാർത്ഥികൾ. തെയ്യങ്ങളെ വണങ്ങി അനുഗ്രഹം വാങ്ങുന്നതിനൊപ്പം ഭക്തരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുവാൻ കൂടിയാണ് സ്ഥാനാർത്ഥികളുടെ ക്ഷേത്ര സന്ദർശനം. സ്ഥാനാർത്ഥികളുടെ ഇഷ്ടസ്ഥലമായി കളിയാട്ടക്കാവുകൾ മാറുന്ന കാഴ്ചയാണ് കാസർഗോഡ് കാണുന്നത്. ക്ഷേത്രങ്ങളിലെത്തി തെയ്യങ്ങളുടെ അനുഗ്രഹം വാങ്ങുന്നതോടൊപ്പം അവിടെ എത്തിയ ഭക്തരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചാണ് സ്ഥാനാർത്ഥികളുടെ മടക്കം. കഴിഞ്ഞ ദിവസം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ
മടിക്കൈ കക്കാട്ട് അട്ടക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലെത്തി അനുഗ്രഹം വാങ്ങി വോട്ടഭ്യർത്ഥിച്ചാണ് മടങ്ങിയത്. കളിയാട്ടക്കാവുകളിലെത്തി തെയ്യത്തിന്റെ അനുഗ്രഹം വാങ്ങുന്നതോടൊപ്പം ഭക്തരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുകയാണ് സ്ഥാനാർത്ഥികളുടെ ലക്ഷ്യം. UDF സ്ഥാനാർത്ഥി രാജമോഹൻ ഉണ്ണിത്താനും ക്ഷേത്രത്തിലെത്തി ഇത്തരത്തിൽ വോട്ട് അഭ്യർത്ഥിച്ചു. KCN ന്യൂസ് കാസർഗോഡ്. കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുവാൻ കൈറ്റ് ബീച്ച് പാർക്കിന് സാധിക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഹൊസ്ദുർഗ് കടപ്പുറത്ത് ടൂറിസം വകുപ്പ് നിർമ്മിച്ച കൈറ്റ് ബീച്ച് പാർക്ക് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ടൂറിസം വകുപ്പ് 1.25 കോടി രൂപ മുതൽ മുടക്കിയാണ് കൈറ്റ് ബീച്ച് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നതെന്നും ടൂറിസം മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം സാധ്യമാക്കുവാൻ പദ്ധതിക്ക് സാധിക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ടൂറിസം മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം സാധ്യമാക്കാൻ കഴിയുന്ന പദ്ധതികൾ ടൂറിസം വകുപ്പ് പരമാവധി നടപ്പിലാക്കുകയാണ്. ബേക്കൽ ടൂറിസം ഇക്കാര്യത്തിൽ പ്രധാനമായ ചുവടുവെപ്പ് നടത്തിയത് സമീപ ദിവസങ്ങളിലാണ്. ഇതിനടുത്ത് അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ കുളവയൽ പ്രദേശത്ത് ബേക്കൽ ടൂറിസം വില്ലേജ് പദ്ധതി ആരംഭിക്കാൻ പോവുകയാണ്. അതിനുള്ള ഒരു വലിയ നീക്കത്തിൻ്റെ ഭാഗമായി ഒരു കരാർ ഇക്കഴിഞ്ഞ ദിവസം ആണ് ഞങ്ങൾ ഒപ്പുവെച്ചത്. വിവിധ ഘട്ടങ്ങളിലായി 250 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾ അവിടെ വിഭാവനം ചെയ്തിട്ടുണ്ട്. അത് പൂർത്തിയാകുമ്പോൾ ഈ ബീച്ച് ഉൾപ്പെടെയുള്ള വലിയ പ്രദേശം വൻതോതിലുള്ള ടൂറിസം വികസനത്തിനും സാക്ഷിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ചന്ദ്രശേഖരൻ MLA അധ്യക്ഷത വഹിച്ചു. നിർമ്മിതി കേന്ദ്രം ജനറൽ മാനേജർ EP രാജമോഹൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുല്ല, DTPC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലറുമായ VV രമേശൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ K ലത, P അഹമ്മദ് അലി, K പ്രഭാവതി, KV സരസ്വതി, വാർഡ് കൗൺസിലർ CH സുബൈദ, PK നിശാന്ത്, മുഹമ്മദ് കുഞ്ഞി, M ഹമീദ് ഹാജി, M കുഞ്ഞമ്പാടി, ടൂറിസം വകുപ്പ് കാസർഗോഡ് ഡെപ്യൂട്ടി ഡയറക്ടർ G ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത സ്വാഗതവും DTPC സെക്രട്ടറി ലിജോ ജോസഫ് നന്ദിയും പറഞ്ഞു. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികൾക്കുള്ള കളിസ്ഥലം, ഫുഡ് കോർട്ട്, ഭിന്നശേഷി സൗഹൃദ ശുചിമുറികൾ, ഇരിപ്പിടങ്ങൾ, സെൽഫി പോയിന്റുകൾ, സുവനീർ ഷോപ്പ് തുടങ്ങിയ സൗകര്യങ്ങൾ കൈറ്റ് ബീച്ച് പാർക്കിലുണ്ട്. ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു നിർമ്മാണ ചുമതല. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡിന്റെ നേതൃത്വത്തിൽ കന്നഡ മേഖലയിലെ കുടുംബശ്രീ അംഗങ്ങൾക്കായി അയൽക്കൂട്ട സംഗമം നടത്തി. കന്നഡ സ്പെഷ്യൽ പ്രോജക്റ്റിന്റെയും വനിതാ ദിനത്തിന്റെയും ഭാഗമായായിരുന്നു പരിപാടി. മഞ്ചേശ്വരം കലാസ്പർശം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് IAS ഉദ്ഘാടനം ചെയ്തു. പുതിയ കുടുംബശ്രീ ചെയ്യുന്ന എല്ലാ പ്രോഗ്രാംസും നമ്മൾ ഈ മേഖലയിൽ വ്യാപിച്ചിരുന്നു. അപ്പം അതിൻ്റെ റിസൾട്ട്സ് ആയിട്ടാണ് ഇപ്പോൾ നമുക്ക് നല്ല നമ്പേഴ്സ് ഒക്കെ വരാൻ തുടങ്ങിയത്. അയൽക്കൂട്ടത്തിൽ ഏകദേശം 350ഓളം പുതിയ അയൽക്കൂട്ടം വന്നു. അതുപോലെ MB ഫൗണ്ടേഷൻ, ബാലസഭ ഫൗണ്ടേഷൻ, ജെൻഡർ പ്രോഗ്രാംസ്, അങ്ങനെ എല്ലാ മേഖലയിലും തന്നെ നല്ല റിസൾട്ട്സ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. മഞ്ചേശ്വരം പഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീനോ മൊന്തേരോ, ജില്ലാ മിഷൻ കോർഡിനേറ്റർ TT സുരേന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഹരിദാസ് D, ജയശ്രീ തുടങ്ങി നിരവധി കുടുംബശ്രീ പ്രവർത്തകർ സംബന്ധിച്ചു. പരിപാടിയുടെ ഭാഗമായി ജെൻഡർ ക്ലാസ്, വടംവലി മത്സരം, മറ്റ് വിനോദ പരിപാടികൾ എന്നിവ നടന്നു. ಸಾಗಿ ಬರುತ್ತಾ ಇದೆ ಲಕ್ಕ ಮತ್ತೆ ಹೊರಗಡೆಯ ಕಡೆಗೆ ರೋಟೈಟ್ ಗೆಟ್ ರೆಡಿ ಎಸ್ ಹೊರಡ್ತಾ ಇದೆ ಹೊರಗಡೆ ಮಂಜೇಶ್ವರಂ ಫೈನಲ್ ಪಂದ್ಯಗಳಾಗಿರುತ್ತದೆ. ರೋಟೈಟ್ ಮತ್ತೆ ಸಾಗಿ ಬಂದಿದೆ ಹಗ್ಗ ರೈಟ್ ವೈಪೊಚ್ಚಿ ವಿಸಿಲ್ ಸೌಂಡ್ ಕೇಂದ್ರ ಪಕ್ಕ ಹೋಯ್ತಾರೆ. ರೆಡಿ ಸಾಗಿ ಬರ್ತಾ ಇದೆ ಹಗ್ಗ. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പൗരത്വ നിയമം നടപ്പിലാക്കുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് INL ആലമ്പാടി ശാഖ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. പൗരത്വ നിയമം നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് INL ആലമ്പാടി ശാഖ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. NRCയും CABയും
ഭാരതമണ്ണിൽ വേണ്ടേ വേണ്ട ഭാരതമണ്ണിൽ വേണ്ടേ വേണ്ട ഭാരതമണ്ണിൽ വേണ്ടേ വേണ്ട ആളിപ്പടരും തീജ്വാല ആളിപ്പടരും തീജ്വാല ആളിപ്പടരും തീജ്വാല നീളപ്പടരും തീജ്വാല നീളപ്പടരും തീജ്വാല. അയ്യനൽ ചെങ്കള പഞ്ചായത്ത് ട്രഷറർ ഖാദർ PA എരിയപ്പാടി, ശാഖാ ജനറൽ സെക്രട്ടറി ഇക്ബാൽ കേളങ്കയം, NYL പഞ്ചായത്ത് സെക്രട്ടറി ഹമീദ് പണ്ഡിറ്റ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജീവിതത്തിന്റെ 9.5 പതിറ്റാണ്ട് പൂർത്തിയാക്കുമ്പോഴും കൃഷിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പിലിക്കോട് കൊടക്കാട്ടെ കല്ലഞ്ചിറ രാമനെ CPI നിയന്ത്രണത്തിലുള്ള കിസാൻ സഭ തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. കൃഷിപ്പണികളിൽ സജീവമായ ഇദ്ദേഹത്തെ കിസാൻ സഭ ജില്ലാ നേതാക്കൾ വീട്ടിലെത്തിയാണ് ആദരിച്ചത്. ജീവിതത്തിൻ്റെ 9.5 പതിറ്റാണ്ട് പൂർത്തിയാക്കുമ്പോഴും കൃഷിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് പിലിക്കോട് കൊടക്കാട്ടെ കല്ലഞ്ചിറ രാമൻ. കൃഷിപ്പണികളിൽ സജീവമായ ഇദ്ദേഹത്തെ കിസാൻ സഭ ജില്ലാ നേതാക്കൾ വീട്ടിലെത്തിയാണ് ആദരവേകിയത്. പുലർച്ചെ മുതൽ വൈകുന്നേരം വരെ കൃഷിക്കായി ഒഴിഞ്ഞുവെച്ച രാമേട്ടനെ കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് M. അസിനാർ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. വാർദ്ധക്യത്തിൻ്റെ അവശതകളെ അവഗണിച്ചാണ് കറുത്ത പൊന്നായ കുരുമുളക് ഉൾപ്പെടെയുള്ള ഇനങ്ങൾ ഇദ്ദേഹം ചുറുചുറുക്കോടെ കൃഷി ചെയ്തു വരുന്നത്. 94-ാം വയസ്സിലും കൃഷിയെ ഒരു തൊഴിലായല്ല ജീവിതമായാണ് രാമേട്ടൻ കൊണ്ടു നടക്കുന്നത്. തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് PP നാരായണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K. മധുസൂദനൻ, സന്തോഷ് കോവൽ, ഭാസ്കരൻ കൊടക്കാട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സാഹിത്യകൃതികൾ എടുത്തുള്ള വായന കുറഞ്ഞു വരുന്നെന്ന് പറയുന്ന പുതിയ കാലത്ത് കുരുന്നുകളിലെ വായനാശീലം വർദ്ധിപ്പിക്കുവാൻ ലൈബ്രറി കൗൺസിൽ നിയന്ത്രണത്തിൽ തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിൽ നടത്തിയ എൻ്റെ എഴുത്തുപെട്ടി സമാപിച്ചു. പേക്കടം അക്ഷര ഗ്രന്ഥാലയത്തിൻ്റെ സഹകരണത്തോടെ കഴിഞ്ഞ 7 മാസമായി സ്കൂളിലെ വിദ്യാർത്ഥികൾ സാഹിത്യകൃതികൾ വായിച്ച് വായനാക്കുറിപ്പുകൾ തയ്യാറാക്കുന്ന മത്സരമാണ് എൻ്റെ എഴുത്തുപെട്ടി. സാഹിത്യകൃതികളെടുത്തുള്ള വായന കുറഞ്ഞു വരുന്നെന്ന് പറയുന്ന പുതിയ കാലത്ത് കുരുന്നുകളിലെ വായനാശീലം വർദ്ധിപ്പിക്കാൻ ലൈബ്രറി കൗൺസിൽ നിയന്ത്രണത്തിൽ തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിൽ നടത്തിയ എൻ്റെ എഴുത്തുപെട്ടി സമാപിച്ചു. പേക്കടം അക്ഷര ഗ്രന്ഥാലയത്തിൻ്റെ സഹകരണത്തോടെ കഴിഞ്ഞ 7 മാസമായി സ്കൂളിലെ വിദ്യാർത്ഥികൾ സാഹിത്യകൃതികൾ വായിച്ച് വായനാക്കുറിപ്പുകൾ തയ്യാറാക്കുന്ന മത്സരമാണ് എൻ്റെ എഴുത്തുപെട്ടി. സെന്റ് പോൾസ് സ്കൂളിലെ 2000-ൽ പരം കുട്ടികളിൽ പകുതിയിലധികം പേർ കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ 2024 വരെ നടന്ന ആസ്വാദന കുറിപ്പെഴുത്തിൽ പങ്കാളികളായി. വിവിധ ക്ലാസുകളിലുള്ള 21 വിദ്യാർത്ഥികളാണ് വിജയികളായത്. ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശത്തിൽ പേക്കടം അക്ഷര ഗ്രന്ഥാലയം സ്കൂളിൽ നടപ്പിലാക്കിയ എൻ്റെ എഴുത്തുപെട്ടി കുട്ടികളിൽ സാഹിത്യകൃതികളുടെ വായനയിൽ ഏറെ പ്രോത്സാഹനമായി മാറി. ഇതിലൂടെ സമീപത്തുള്ള വായനശാലയെ തൊട്ടറിയുക കൂടിയായിരുന്നു വിദ്യാർത്ഥികൾ. കഥ, കവിത, നോവൽ തുടങ്ങി ചെറുതും വലുതുമായ പുസ്തകങ്ങൾ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾ വായനക്കായി തെരഞ്ഞെടുത്തു. ആസ്വാദനക്കുറിപ്പുകൾ തയ്യാറാക്കി സ്കൂളിൽ സ്ഥാപിച്ച എഴുത്തുപെട്ടിയിൽ ഇടുകയാണ് ചെയ്യുന്നത്. കുറിപ്പെഴുത്തിൽ പങ്കെടുത്ത 100 കണക്കിന് വിദ്യാർത്ഥികളിൽ നിന്നും സ്കൂളിലെ അധ്യാപകർ തെരഞ്ഞെടുത്ത 21 പേർക്ക് റിട്ടയർഡ് AEOയും ഗാന്ധിയൻ പ്രവർത്തകനുമായ KV രാഘവൻ മാസ്റ്റർ സമ്മാനദാനം നിർവഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ഷീന ജോർജ് അധ്യക്ഷത വഹിച്ചു. VM രാമകൃഷ്ണൻ, KV കൃഷ്ണപ്രസാദ് വൈദ്യർ, സുലാ കണ്ണൻ, MV ശ്യാമലി, BV ഫാത്തിമ, ആദിത്യ ശ്രീജേഷ്, K. സുൽത്താന എന്നിവർ സംസാരിച്ചു. ഉറുമിസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. അഡ്വക്കേറ്റ് P. കൃഷ്ണൻ നായരുടെ 60-ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി പുല്ലൂർ വണ്ണാൻവയൽ P. കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയം 1 വർഷം നീണ്ടു നിൽക്കുന്ന കലാ-സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കും. മാർച്ച് 17-ന് പ്രഭാഷകൻ സുനിൽ P. ഇളയിടം ഉദ്ഘാടനം ചെയ്യും. പുല്ലൂരിലെ സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്ന അഡ്വക്കേറ്റ് P. കൃഷ്ണൻ നായരുടെ 60-ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി വണ്ണാർവയൽ P. കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയം 1 വർഷം നീണ്ടുനിൽക്കുന്ന കലാസാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഓർമ്മയുടെ 60 ആണ്ട് എന്ന പേരിൽ പ്രതിമാസം വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കുക. 17-ന് രാവിലെ 10-ന് പ്രഭാഷകൻ സുനിൽ P. ഇളയിടം ഉദ്ഘാടനം ചെയ്യും.
വൈകിട്ട് 5 നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ലൈബ്രറി കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് കെ വി കുഞ്ഞിരാമൻ പ്രഭാഷണം നടത്തും. ചടങ്ങിൽ ഗ്രന്ഥശാല സംഘം അഫിലിയേഷൻ സർട്ടിഫിക്കറ്റ് കൈമാറും. തുടർന്ന് ചന്ദ്രൻ കരുവാക്കോടിന്റെ ബാവുൾ ഏകപാത്ര നാടകം അരങ്ങേറും. ഏപ്രിൽ 14 അംബേദ്കർ ജയന്തിക്ക് ഒരു ഗ്രാമം ഭരണഘടന വായിക്കുന്നു ക്യാമ്പയിൻ പ്രവർത്തനം സംഘടിപ്പിക്കും. മെയ് മാസം ആദ്യവാരം ദിവാകരൻ വിഷ്ണുമംഗലത്തിന്റെ കവിതകളെ ആസ്പദമാക്കി കാവ്യാസായാഹ്നം ഒരുക്കും. ജൂലൈ 9 ആർ ജയകുമാർ 2ാം പുരസ്കാര സമർപ്പണം നടക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ പത്മനാഭൻ പടിഞ്ഞാറേ വീട്, പെരിയ കുഞ്ഞമ്പൂ നായർ, അനിൽ പുളിക്കാൽ, പി പരമേശ്വരൻ, ഉണ്ണികൃഷ്ണൻ മധുരമ്പാടി, വി രാജൻ വിഷ്ണുമംഗലം, പി വി ശ്യാമള ടീച്ചർ, എം ചന്ദ്രൻ, ബി സുനിൽകുമാർ, ഇ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പാണത്തൂർ മഞ്ഞടുക്കം കോവിലകം തുളൂർ വനത്ത് ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന്റെ 5ാം കളിയാട്ട ദിനത്തിൽ മുന്നായരീശ്വരൻ അരങ്ങിലെത്തി. കളിയാട്ട സന്നിധിയിൽ നിറഞ്ഞാടിയ മുന്നായരീശ്വരനെ ദർശിക്കുന്നതിനും അനുഗ്രഹം ഏറ്റുവാങ്ങുന്നതിനും നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത്. ആദിവ്യാധികളെല്ലാം മനുഷ്യരിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാനായിട്ടാണ് തെയ്യങ്ങൾ ക്ഷേത്രങ്ങളിലും കാവുകളിലും കെട്ടിയാടുന്നതെന്നാണ് വിശ്വാസം. ഭക്തരുടെ നിറസാന്നിധ്യത്തിൽ ദൈവങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങിവരുന്ന സമയം. ചെണ്ടമേളത്തിന്റെയും ചിലമ്പുലിയുടെയും താളത്തിൽ തെയ്യം നിറഞ്ഞുറഞ്ഞാടുന്ന ദിനരാത്രങ്ങൾ. ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ പാണത്തൂർ മഞ്ഞടുക്കം കോവിലകം തുളർവനത്ത് ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന്റെ 5ാം കളിയാട്ട ദിനത്തിൽ മുന്നായരീശ്വരൻ അരങ്ങിലെത്തി. മുന്നായരീശ്വരന്റെ അനുഗ്രഹാശസ്സുകൾക്ക് പാത്രീഭൂതരാകുവാൻ നിരവധി ഭക്തജനങ്ങളാണ് മഞ്ഞടുക്കം കോവിലകത്തേക്ക് എത്തിച്ചേർന്നത്. തുടർന്ന് കരിന്ദ്രായർ, പുലിമാരൻ, വേട്ടക്കുരുമകൻ തിറകളും അരങ്ങിലെത്തി. 7ാം കളിയാട്ട ദിനമായ വെള്ളിയാഴ്ച രാവിലെ 9:30 മുന്നായരീശ്വരന്റെ പുറപ്പാട്. വൈകിട്ട് മുന്നായരീശ്വരന്റെ മുടിയെടുക്കും. മലങ്കാരി ദൈവം, പുല്ലൂർണൻ ദൈവം, പുല്ലൂരാളി ദേവിയും അരങ്ങിലെത്തി ഭക്തമാനസങ്ങളെ അനുഗ്രഹിക്കും. 8ാം കളിയാട്ട ദിനമായ ശനിയാഴ്ച തുളർവനത്ത് ഭഗവതിയമ്മയും ക്ഷേത്രപാലകനീശ്വരനും അരങ്ങിലെത്തും. ആചാരക്കാരുടെ കലശവും നടക്കും. വൈകുന്നേരം 3:30 മുടിയെടുക്കും. മാർച്ച് 17 ഞായറാഴ്ച കലശാട്ട് നടക്കും. ന്യൂസ് ബ്യൂറോ, രാജപുരം. ഹൊസ്ദുർഗ് കോടതി പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് മാർച്ച് 16 തുടക്കമാകും. വിളംബര ഘോഷയാത്ര നടത്തും. ഹോസ്ദുർഗ് കോടതി പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾക്ക് മാർച്ച് 16 തുടക്കമാവും. ഒരു വർഷക്കാലം നീണ്ടുനിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾ വിളംബരം ചെയ്തുകൊണ്ട് കാഞ്ഞങ്ങാട് നഗരത്തിൽ വിളംബര ജാഥ നടന്നു. ഹോസ്ദുർഗ് കോടതി പരിസരത്ത് നിന്നും ആരംഭിച്ച വിളംബര ജാഥ പോക്സോ സ്പെഷ്യൽ ജഡ്ജ് സി സുരേഷ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ ഇ ചന്ദ്രശേഖരൻ MLA, വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് MC ജോസ്, അഡ്വക്കേറ്റ് CK ശ്രീധരൻ, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് KC ശശീന്ദ്രൻ, ട്രഷറർ PK സതീശൻ, പ്രചരണ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ബെന്നി സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് കാട്ടൂർ രാമചന്ദ്രൻ, C യൂസഫ് ഹാജി, T മുഹമ്മദ് അസ്ലം എന്നിവർ നേതൃത്വം നൽകി. ചെണ്ടമേളം, മുത്തുകുട എന്നിവയുടെ അകമ്പടിയോടുകൂടി നടന്ന വിളംബര ജാഥ നഗരം ചുറ്റി കോട്ടച്ചേരിയിൽ സമാപിച്ചു. മാർച്ച് 16 ശനിയാഴ്ച വൈകിട്ട് 4:30 കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾക്ക് തിരിതെളിയിക്കും. നിയമമന്ത്രി P രാജീവ് മുഖ്യാതിഥിയാകും. ഇ ചന്ദ്രശേഖരൻ MLA അധ്യക്ഷത വഹിക്കും. ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് മുഖ്യപ്രഭാഷണം നടത്തും. AK ജയശങ്കരൻ നമ്പ്യാർ അഭിഭാഷക ഡയറക്ടറി പ്രകാശനം ചെയ്യും. ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ്, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണക്കുറുപ്പ്, MLAമാരായ AKM അഷ്റഫ്, NA നെല്ലിക്കുന്ന്, CH കുഞ്ഞമ്പു, M രാജഗോപാലൻ, നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് ഇഫ്താർ സംഗമവും കലാപരിപാടികളും നടക്കും. ഉച്ചയ്ക്ക് 2
ഭരണഘടനയെയും പൗരാവകാശങ്ങളെയും ആസ്പദമാക്കി സെമിനാറും സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രകടനം നടത്തി. തുടർന്ന് നടത്തിയ പൊതുയോഗം ബംഗളം കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മോദിയെ തോൽപ്പിക്കുക, ഇന്ത്യയെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തിക്കൊണ്ട് സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ 140 നിയമസഭാ മണ്ഡല കേന്ദ്രങ്ങളിലും പ്രകടനവും പൊതുയോഗവും നടത്തി. കാഞ്ഞങ്ങാട് നഗരത്തിൽ നടത്തിയ പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു. തുടർന്ന് നടത്തിയ പൊതുയോഗം ബംഗളം കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പി രാജു അധ്യക്ഷത വഹിച്ചു. മൂലക്കണ്ടം പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. യു ഉണ്ണികൃഷ്ണൻ, കെ സഹദേവൻ, വേണുഗോപാൽ, പി രാധാകൃഷ്ണൻ, ദിലീപ് മേടയിൽ, സുരേന്ദ്രൻ KV തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ബ്ലോക്ക് ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന വ്യാപാര ഭവനിൽ വൻ കവർച്ച. 1.5 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്നു. ചട്ടഞ്ചാൽ ടാറ്റ ട്രസ്റ്റ് കോവിഡ് ആശുപത്രി ഇനി ജില്ലാ ആശുപത്രിയുടെ അനുബന്ധ സ്ഥാപനം. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കിയതായി CH കുഞ്ഞമ്പു MLA. കാസർഗോഡ് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ജനസഭ ശ്രദ്ധേയമായി. NDAക്ക് പ്രാതിനിധ്യമില്ലാത്തതാണ് കാസർഗോഡിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമെന്ന് BJP സ്ഥാനാർത്ഥി ML അശ്വിനി. കാസർഗോഡ് തെയ്യാട്ടക്കാലത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണവും ശക്തം. ക്ഷേത്രങ്ങളിലെ സജീവ സാന്നിധ്യമായി സ്ഥാനാർത്ഥികൾ. ഹൊസ്ദുർഗ് കടപ്പുറത്ത് ടൂറിസം വകുപ്പ് നിർമ്മിച്ച കൈറ്റ് ബീച്ച് പാർക്ക് ഓൺലൈനായി മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുവാൻ കൈറ്റ് ബീച്ച് പാർക്കിന് സാധിക്കുമെന്ന് മന്ത്രി. ജീവിതത്തിന്റെ 9.5 പതിറ്റാണ്ട് പൂർത്തിയാക്കുമ്പോഴും കൃഷിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കല്ലംചിറ രാമന് ആദരം. കിസാൻ സഭയാണ് ആദരമൊരുക്കിയത്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.